ഹൈറേഞ്ചിന്റെ മലമടക്കുകൾ കയറിയെത്തുന്ന വിനോദസഞ്ചാരികൾ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവർ വിശ്രമിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് കുട്ടിക്കാനം ടൗണിനെയാണ്. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് നിരവധി വ്യാപാര സ്ഥാപനങ്ങളടക്കം കുട്ടിക്കാനത്തുണ്ട്. ബസ് ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ആളുകളും കുട്ടിക്കാനം ടൗണിലുണ്ട്. ഇവിടെ നിലവിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി പൊതുശുചിമുറി ഉണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ഇതിന് കാരണം ഇവിടെ കൃത്യമായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല. ശുചിമുറി പണിതതിനു ശേഷം ഇവിടെ വെള്ളം എത്തിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർക്ക് ആയില്ല. തുടർന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളവും പുറത്തുനിന്നും വെള്ളം വാഹനത്തിൽ എത്തിച്ചുമാണ് ശുചിമുറി പ്രവർത്തിപ്പിച്ചു പോരുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ ഈ പ്രവർത്തികൾ ഒന്നും നടക്കാത്തതിനാൽ ശുചിമുറിയുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ്. ഇതോടെ ഈ ശുചിമുറിയെ ആശ്രയിക്കുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കുട്ടിക്കാലത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെള്ളമില്ല. ഈ സ്വാമി സീസണിൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അവർക്ക് ഒരു ഇതുമില്ല ഇവിടെ. ഈ ഇത്രയും താഴെ ഇറങ്ങിപ്പോയിട്ട് വേണം ഈ സ്വാമിമാർക്ക് ബാത്റൂമിൽ പോകാനും കാര്യങ്ങളുമല്ല. പക്ഷെ ഇവിടെ വെള്ളമില്ല. അതിന് വേണ്ട ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്തിൻ്റെ കാര്യത്തിനുള്ള ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പം ഒരു സ്വാമിക്ക് ഇവിടെ ബാത്റൂമിൽ പോകുന്നതിന് 20 രൂപ 30 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വെള്ളം ഇറക്കണമെങ്കിൽ 1000 ലിറ്ററിന് 500 രൂപ 1000 രൂപ വെച്ചാണ് മേടിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. മറ്റു പൊതു ശുചിമുറിയൊന്നും കുട്ടിക്കാനത്തിന്റെ പരിസര പ്രദേശങ്ങളിലില്ല. വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ശുചിമുറികൾ മാത്രമാണ് ഉള്ളത്. ആളുകൾ ഇവയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു.